ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ അങ്ങനെ കാർമേഘങ്ങളൊക്കെ നീങ്ങി നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിട്ട് നമുക്ക് നമ്മുടെ പകലിനെ ഇന്ന് കാണാൻ പറ്റി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ ഒരുപോലെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിട്ടാണ് എനിക്കിന്ന് തോന്നിയത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടും അതുപോലെ വിഷമിച്ചിട്ടും നടക്കുന്ന ദിവസങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു മെൻ്റലി നമുക്കൊന്നും വയ്യാതെയായ ഫിസിക്കലി നമ്മൾ ഡൗൺ ആയി പോകുന്നുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് പുലർച്ചെ കഴിഞ്ഞു, നമുക്ക് നേരം വെളുത്ത് വന്നു, കുറേശ്ശെ വെയിലിൻ്റെ നാളങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച തന്നെ ഒരു സന്തോഷം, മനസ്സിനൊരു സന്തോഷം കിട്ടിയപ്പോൾ ഞാനത് വെറുതെ ഒന്നിങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് കേട്ടും കണ്ടും വാർത്തകളിലൊക്കെ വായിച്ചും നമുക്ക് ഒരുപാട് മാനസികമായിട്ട് വിഷമങ്ങളായിട്ട് നമ്മൾ ഇരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് 10 മിനിറ്റ് പോയ അകമല എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് മാരാത്തുകുന്ന് അകമല എന്ന് പറയും, അവിടെയും ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ട്, ഉരുൾപൊട്ടലിന് സാധ്യത എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു 4 കിലോമീറ്റർ അപ്പുറം വരെയൊക്കെ വയനാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എത്രത്തോളം എവിടേക്കൊക്കെ പോവുക, എന്താ പോവുക എന്നുള്ളത് അറിയില്ല. ഒരുപാട് പേർക്ക് നമുക്ക് വരുന്നതെന്ന് മാത്രമല്ല, അതുപോലെ എത്ര പേർക്ക് അടുത്തടുത്തടുത്ത് വീടുകളായിട്ട് അവിടെ അങ്ങനെ നിറച്ച് വീടുകളുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിക്കുക, ആ ഒരു വിഷമത്തിലായിരുന്നു കേട്ടോ. കാരണം ആർക്ക് സംഭവിച്ചാലും എല്ലാവർക്കും ജീവിതത്തിൽ ദുരന്തങ്ങൾ വരിക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആർക്ക് വന്നാലും ഒരു വിഷമം തന്നെയാണ് അല്ലേ. അപ്പോൾ കാലത്ത് ഉണ്ണിവാവയ്ക്ക് ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഉണ്ണിവാവയ്ക്ക് വിശന്നും തോന്നി. അപ്പോൾ ഇഡ്ഡലി ആവാനുള്ള സമയം കാത്തു നിന്നില്ല, ഞാനിങ്ങനെ കട്ടിയിൽ ഒരു ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ണിവാവയ്ക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലിയും ചട്നിയും അതുപോലെ ഉള്ളിച്ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ അരിപ്പൊടി കൊണ്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുക, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി, ചട്നിയും ചമ്മന്തിയൊക്കെ ആയി. അതുപോലെ തന്നെ ഞങ്ങൾ അടുത്തൊരു കട ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പച്ചക്കറി കടയൊക്കെ. അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഈ ഇങ്ങനെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് പച്ചക്കറി കടയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഓട്ടുപാറയ്ക്കൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് വന്നിട്ട് ഞാൻ അത് കറിക്ക് മത്തങ്ങയാണ് വാങ്ങിച്ചത്, പയർ ഉപ്പേരിക്കും കേട്ടോ. അപ്പോൾ മത്തങ്ങ കൊണ്ട് കറി ഉണ്ടാക്കാൻ ഞാൻ കുക്കറിൽ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കടുകൊക്കെ വറുത്തിടുന്ന കരണ്ടിയിൽ 3 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. വറുക്കല്ല, ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതവിടെ മാറ്റി വെച്ചു. അപ്പോഴേക്കും ഞാൻ കുക്കറിൽ പരിപ്പൊക്കെ വേവിച്ചു. പരിപ്പ് വേവിച്ചതിലേക്ക് ഞാൻ മത്തങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒറ്റ വിസിൽ വരുത്തി വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ കുക്കറിലേക്ക് അത് ഇട്ട് കൊടുത്തു, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മത്തങ്ങ കഷ്ണങ്ങളാക്കി വെച്ചതാണ് അത് കുക്കറിലേക്ക് പരിപ്പ് വേവിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു ഒറ്റ വിസിലിൽ വേവിക്കുകയാണ്. ഈ കുക്കർ സ്റ്റീലിൻ്റെ കുക്കറിൽ നമുക്ക് കഴുകിയെടുക്കാനും ഒക്കെ വൃത്തിയാവാനൊക്കെ നല്ല എളുപ്പമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പരിപ്പും സാധനങ്ങളൊക്കെ ഇട്ട് വേവിക്കുന്ന സമയത്ത് ഞാൻ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കും, എന്നാലും ചില സമയത്ത് പരിപ്പ് അടി പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പിടിക്കുന്നത് കാരണം ഞാൻ പിന്നെ പാത്രം മാറ്റിയെടുക്കാറുണ്ട് ചില സമയത്ത് കേട്ടോ. അപ്പോൾ ഇന്നും എനിക്കതുപോലെ തന്നെ പരിപ്പ് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വേവിച്ച കഷ്ണം വേറൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ടാണ്. അപ്പോൾ പുളി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്കയേക്കാളും വലുപ്പത്തിൽ പുളി അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത പുളിയാണ് അതുകൊണ്ട്. അപ്പോൾ മത്തങ്ങയിലേക്കൊക്കെ പുളി പിടിക്കാത്ത കഷ്ണങ്ങളായതുകൊണ്ട് കുറച്ച് പുളി തന്നെ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ വയ്ക്കുക. ഇന്ന് എനിക്ക് കുറച്ചും കൂടി എനർജി കിട്ടിയ പോലെയാണ് കേട്ടോ. എനർജി കിട്ടിയ പോലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് എനിക്കൊരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടി വെച്ചിട്ട് ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തുനിന്ന് 10 മിനിറ്റേ പോകുന്നുള്ളൂ ഉരുൾപൊട്ടലുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ കാട് നിരപ്പാക്കിയിട്ടാണ് അവിടെ വീടൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വീടിൻ്റെ മുകളിലേക്ക് 2 വീടുകളാണ് അവിടെ ഉള്ളത്. 2 വീടല്ല, കുറേ വീടുകളുണ്ട്. അല്ല, 2 വീട്ടിലേക്കാണ് മണ്ണ് ഇടിഞ്ഞിറങ്ങി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടിഞ്ഞിറങ്ങി വന്ന മണ്ണ് ആ വീട്ടുകൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒരു ഉയരത്തിലായ കാരണം അവിടുന്ന് താഴേക്ക് വന്ന താഴെയും ഒരുപാട് വീടുണ്ട്, ഒരു 10-25 വീടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വീട്ടുകാരെയൊക്കെ മാറ്റിയേക്കാണ്. അപ്പം ആർക്ക് വന്നാലും വിഷമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മാനുഷിക പരിഗണന വെച്ചിട്ട് അതൊരു വിഷമം തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള വിഷമം ഉണ്ടായതാണ് കേട്ടോ. അല്ലാതെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഇവിടേക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും അതെനിക്ക് അവരേനെയൊക്കെ നമ്മൾ ആൾക്കാരെ അറിയുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒരു വിഷമം തന്നെയല്ലേ. അപ്പോൾ ആ ഒരു മാനസിക വിഷമം ഉണ്ടായതാട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തു ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി. പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പുളിയൊക്കെ പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ചു. അതിനുശേഷം പുളിവെള്ളം നന്നായി തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളി ഒന്ന് തിളച്ച് വേവട്ടെ. ആ സമയത്ത് നമ്മൾ ചൂടാക്കി വെച്ച മല്ലിപ്പൊടി മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സാധാരണ ഒരു നാടൻ പുളിങ്കറിയാണ് കേട്ടോ.
അപ്പോൾ നല്ല ടേസ്റ്റാണിത്. ആ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ഒരു മണം ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് കുറച്ച് കായം പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പുളിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഉപ്പയിൽ കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ചിലവർ ഇതിലേക്ക് ഒരു സ്പൂൺ സാമ്പാർ പൊടിയും ചേർക്കുന്നവരുണ്ടാവും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ വെറുതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കിയിട്ട് മാത്രം അതിലേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ തിളച്ച് വന്ന് ഉപ്പൊക്കെ പാകമാണ്. ഇനി അതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടുകയാണ്. അപ്പം നല്ല സാധാരണ രീതിയിലുള്ള നാടൻ പുളിങ്കറി, മത്തങ്ങ കൊണ്ടുള്ള പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടാനേ ഞാൻ പരിപ്പൊക്കെ ഇട്ടത് കേട്ടോ, പരിപ്പില്ലാണ്ടും ഇതുണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഈ കറി റെഡിയായി. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ പയറുപ്പേരി സാധാരണ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇന്ന് ഞാൻ എന്ത് ചെയ്തു, കടുക് പൊട്ടിച്ചു, എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് പയറും ഒരു സബോള നീളത്തിലരിഞ്ഞതും 4-5 പച്ചമുളകും കൂടിയിട്ട് ഇട്ട് കൊടുത്തു. അതുപോലെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് പയറുപ്പേരി ഉണ്ടാക്കിയത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഈ പയറുപ്പേരിയും വളരെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സ്വന്തം ജോ. ഇന്നെനിക്ക് പകലിൻ്റെ വെളിച്ചം പോലെ തന്നെ വെയിലിൻ്റെ ഒക്കെ ഒരു നാളം സൂര്യപ്രകാശമൊക്കെ കിട്ടിയപ്പോൾ തന്നെ മനസ്സിനും ഒരു വെളിച്ചം വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കല്ലേ, ശ്രദ്ധിക്കുക.